അമ്മ എത്രയായി? 500 പിടിച്ചോ. വന്നിട്ടുണ്ട്. റിലേഷനൊക്കെ ആയപ്പോ കയ്യിൽ ഐഫോണ്, പൈസ ഇറക്കാത്തവൻ പൈസ ഇറക്കുന്നു. എന്തൊക്കെയാണ് ബ്രോ കാണിക്കുന്നത്? ഇത്രയും ദിവസം നിനക്കൊക്കെ ഞാൻ പൈസ ഇറക്കാത്ത പയ്യനായിരുന്നു. ഇനി തൊട്ട് എന്റെ ചെലവിലാണ് നീയൊക്കെ ജീവിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ജോലിയുള്ള ഒരു പെണ്ണ് സെറ്റ് ആയടാ. എന്തിനാളിയാ പ്രസംഗം ഒളിയാ? നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പെണ്ണിലല്ല, പണത്തിലേക്കാണ്. എന്നിട്ട് നിനക്കിത് രണ്ടും ഇല്ലല്ല, പെണ്ണുമില്ല പണവും ഇല്ലാത്തവൻ. എന്താ ചൂടെടുക്കണ? വെള്ളം വല്ലം കുടിക്കാം. രവിനെ വിളിക്കാം, പൈസ അയച്ചു തരും. രവി എനിക്കൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട്. നിന്റെ പെണ്ണിനോട് സ്മഗ്ലിംഗ് അല്ലേ അറിയാ? അവന്റെ അതും പറയല്ലേ. അല്ലെങ്കിൽ കഞ്ചാവ് കച്ചവടം. എന്താ ഇന്നലെ പൈസ എത്ര ഇവിടെ നിന്ന്? അത്രേ ഉള്ളൂ, പറഞ്ഞുതരാം. അവളിപ്പോ ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പോയത് വോയിസ് അബോർഡ് വഴിയാണ്. എന്തൊരു സംഭവം എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇവിടെ MBBS, നഴ്സിംഗ്, EBA, ഏവിയേഷൻ മുതലായ കുറെ കോഴ്സ് ഉണ്ട്. ഇവിടെ നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ 2.5 ലക്ഷം വരെയാണ് ചാർജ് ചെയ്യണത്. പിന്നെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് ജർമ്മനിലോട്ട് നേരിട്ട് പ്ലേസ്മെന്റ് ആണ്. നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് ആ കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസിന് അവർക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് DM ചെയ്യും, അവർ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനി പോകാൻ ചെയ്യാം, ഒരു ജർമ്മൻ കരിയർ സെറ്റ് ആക്കുകയും ചെയ്യാം. എന്റെ കളറൊക്കെ അങ്ങ് വാങ്ങിയല്ലേ, പുതിയൊരു ഐഫോൺ വാങ്ങാം. അവളെ വിളിച്ച് പൈസ വയ്ക്കാം. ഹലോ രവി, കുറച്ച് പൈസ അയച്ചു തന്നാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഇവിടെ ഒരു ജർമ്മൻകാരെ സെറ്റായി. നീ തരാനുള്ള കുറച്ച് പൈസയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് വെക്കം തരണം കേട്ടാ.